കമ്മ്യൂണിക്കേഷൻ പേപ്പറിൽ മൊഡ്യൂൾ 1 ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്രേസി ഇംഗ്ലീഷ് ബൈ റിച്ചാർഡ് ലെഡറർ. ഇത് വളരെ ഒരു ഫണ്ണി ആയിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു റൈറ്റപ്പാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്രേസിനെസ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള ലെവലിൽ കോമിക്കായിട്ടാണ് പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ളത്. ഒത്തിരി ഫൺ എലമെൻറ്റ്സ് ചേർത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആദ്യമേ പറയുവാണ്, ലെറ്റ്സ് ഫേസ് ഇറ്റ്, ഇംഗ്ലീഷ് ഈസ് എ ക്രേസി ലാംഗ്വേജ്. ദർ ഇസ് നോ എഗ് ഇൻ എഗ് പ്ലാന്റ് ഓർ ഹാം ഇൻ ഹാംബർഗർ, നീദർ ആപ്പിൾ നോർ പൈൻ ഇൻ പൈനാപ്പിൾ. സോ നമ്മുടെ ഭാഷയുടെ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ടാണ് പുള്ളി പറയുന്നത്. എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രിൻസോൾ പോലത്തെ ഒരു സംഭവമാണ്. ഹാംബർഗർ എന്ന് പറയുന്ന ഒരു ബർഗറാണ്. ഇതിൽ എഗ് പ്ലാന്റിനകത്ത് എഗ്ഗില്ല, ഹാംബർഗറിനകത്ത് ഹാമില്ല, പോട്ടെ പൈനാപ്പിളിനകത്ത് ആപ്പിളും ഇല്ല, പൈൻ മരങ്ങളും ഇല്ല. ഇതൊരു പ്രശ്നമായിട്ട് പുള്ളി പറഞ്ഞു തുടങ്ങുവാണ്. ഇനി വീണ്ടും പറയുവാണ്, ഇംഗ്ലീഷ് മഫിൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഇംഗ്ലണ്ടിലല്ല കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത് നമുക്കറിയാം ഫ്രഞ്ച് ഫ്രൈസ്, എന്നാൽ ഇത് ഫ്രാൻസിലല്ല കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. സ്വീറ്റ് മീറ്റ്സ് എന്ന് പറയുന്നത് ക്യാൻഡീസ് ആണ്. ക്യാൻഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും ചോക്ലേറ്റ് ബാർസ് പോലത്തെ സാധനമാണ്. വൈൽ സ്വീറ്റ് ബ്രെഡ് എന്ന് പറയുന്നത് സ്വീറ്റും അല്ല, എന്നാൽ അത് ബ്രെഡ് അല്ല, അത് മീറ്റും ആണ്. നമ്മൾ ഈ പറയുന്ന വാക്കിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. വി ടേക്ക് ഇംഗ്ലീഷ് ഫോർ ഗ്രാൻറ്റഡ്. നമുക്ക് എങ്ങനെയോ കിട്ടിയിട്ടുണ്ട്, അത് അതുപോലെ അങ്ങോട്ട് വെച്ച് യൂസ് ചെയ്യുവാണ്. ബിക്കോസ് ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്. ക്വിക്ക് സാൻഡ് എന്ന് പറയുന്ന സാധനം വളരെ സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ പേരിനകത്ത് തന്നെ ക്വിക്ക് എന്ന് പറയുന്നുണ്ട്. ബോക്സിംഗ് റിംഗ് ആണെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണുള്ളത്. ഇനി ഗിനിയ പിഗ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വേട്ടമൃഗം അല്ലെങ്കിൽ അടിമയായിട്ടൊക്കെ പറയുന്ന സാധനത്തിനാണ് ഗിനി പിഗ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന ആൾ. അത് ഗിനിയെന്ന് വന്നിട്ടുമില്ല, അത് പിഗ്ഗും അല്ല. നമുക്ക് ആരെ വേണമെങ്കിലും ഗിന്നി പിഗ് എന്ന് പറയാം. മനുഷ്യരെയാണ് മോസ്റ്റ്ലി ഗിന്നി പിഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് വൈ ഈസ് ഇറ്റ് ദാറ്റ് റൈറ്റേഴ്സ് റൈറ്റ്? റൈറ്റർ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? അയാൾ എഴുതുവാണ്, റൈറ്റ് ചെയ്യും. പക്ഷേ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന കാര്യം ചെയ്യത്തില്ല. ഫിംഗേഴ്സ്. ഗ്രോസേഴ്സ് എന്ന് പറയുന്ന ആൾ ഗ്രോസ് അല്ല. ഗ്രോസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഗ്രോസറീസിന് സാധനങ്ങളെയാണ്. ഹാമേഴ്സ് ഹാം അല്ല ചെയ്യുന്നത്. ഹാമേഴ്സിനെ വേറൊരാൾ എടുത്താണ്. ഹാമർ എന്ന് പറയുന്നത് എന്തുവാണ്? ചുറ്റിക യൂസ് ചെയ്യുമല്ലേ. ഇനി അടുത്ത് പ്ലൂറൽ. നമുക്കും ചെറുപ്പത്തിലൊക്കെ ഒത്തിരി പ്രശ്നം തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും പ്ലൂറൽസ് പഠിക്കാനായിട്ട്. പറയുന്നൊരു കാര്യമാണ്, ടൂത്തിൻ്റെ പ്ലൂറൽ ടീത്താണ്, എന്നാൽ ബൂത്തിൻ്റെ പ്ലൂറൽ ബീത്തല്ല. ഒരു ഗൂസിനെ നമ്മൾ ഗൂസ് എന്ന് പറയും, പക്ഷേ രണ്ടെണ്ണം ആകുമ്പോൾ അത് ഗീസ് എന്നാവും. ശരി, ഇനി ഇതേ ഐഡിയയിൽ ഒരു മൂസിനെ മൂസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് 2 മൂസാകുമ്പോൾ മീസ് എന്ന് പറയണ്ടേ? അത് നമ്മൾ പറയത്തില്ല. ഇനി വീണ്ടും പറയുവാണ്, 1 ഇൻഡെക്സിന് ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ 2 ഇൻഡൈസസ് എന്ന് പറയത്തില്ലല്ലോ, ഇൻഡെക്സസ് എന്നല്ലേ പറയുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഇനി അടുത്തൊരു സംശയം ചോദിക്കുവാണ്, അപ്പോൾ ഈ ചീസ് എന്ന് പറയുന്നത് ശരിക്കും ചൂസിൻ്റെ പ്ലൂറലാണോ എന്ന്. അപ്പം അങ്ങനെ കോമിക്കലി ഭാഷ പഠിച്ച് വരുന്ന ഒരാൾക്ക് തോന്നാവുന്ന സംശയങ്ങളാണ് പുള്ളി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ പഠിക്കുന്ന സമയത്ത് ഈ കട്ടിൻ്റെ പ്ലൂറൽ എന്തുവാ? പ്ലൂറൽ അല്ല, പാസ്റ്റ് ടെൻസ് കട്ട് തന്നെയാണ്, വീണ്ടും കട്ടാണ്. ഇത് ഗോയുടെ അല്ല, ഗോ വെൻ്റ് ആവും. ഇങ്ങനത്തെ കുറേ സംശയങ്ങൾ പുതിയതായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് വരുന്ന ആൾക്ക് തോന്നുന്ന കുറേ സംശയങ്ങളാണ് പുള്ളി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും ടീച്ചേഴ്സ് ചെയ്യുന്ന ജോലി എന്താണ്? ടോട്ട് എന്ന് പറയും. അപ്പോൾ പ്രീച്ചേഴ്സ് പറയുന്നതിന് പ്രീച്ചിങ് എന്നല്ലേ പറയുക, പ്രോട്ട് എന്നല്ലല്ലോ. അതെന്ത് പറ്റി? വെജിറ്റേറിയൻസ് വെജിറ്റബിൾസ് ഈറ്റ് ചെയ്യുന്ന ആളാണ്. ഹ്യൂമാനിറ്റേറിയൻസ് അപ്പോൾ എന്തിനാ ഈറ്റ് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ ഒരു ലോജിക്കിൽ പറയുവാണെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിനെ കഴിക്കുന്ന ആളെന്നാവും. അപ്പോൾ എൻറ്റയർലി ആ വാക്കിൻ്റെ മീനിങ് ഓപ്പോസിറ്റായിട്ട് മാറുവാണ്. ലാംഗ്വേജ് ഡു പീപ്പിൾ റിസൈറ്റ് എ പ്ലേ ആൻഡ് പ്ലേ എ റെസിറ്റർ? സോ അടുത്ത് ഒരു നാടകം അവതരിപ്പിക്കുന്നതിന് നമുക്ക് പാട്ടായിട്ട് പാടം പോലെ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ റിസൈറ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ച് റിസൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനത്തിന് നാടകമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്ത് വളരെ ലോജിക്കലായിട്ട് പുള്ളി ചോദിക്കുന്നൊരു കാര്യമാണ്, ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം പറയും. ഒരു ഓൺലൈൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ടു ദിസ് അഡ്രസ്സ് എന്ന് പറഞ്ഞ് കാണിക്കും. സോ ഇവിടെ ഷിപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷിപ്പിലല്ല ഇവർ കയറ്റി വിടുന്നത്, അവരൊരു ട്രക്കിലാണ് നമുക്ക് സാധനങ്ങൾ അയക്കുന്നത്, പക്ഷേ അതിൻ്റെ പേര് ഷിപ്പിംഗ്. ഇനി ശരിക്കും ഷിപ്പ് വഴി ഒരു സാധനം അയക്കുന്നതിന് നമ്മൾ കാർഗോ എന്നാണ് പറയുക. ഹാവ് നോസസ് ദാറ്റ് റൺ ആൻഡ് ഫീറ്റ് ദാറ്റ് സ്മെൽ. ഇനി തിരിച്ച് ചോദിക്കുക, നമ്മൾ നോസ് റൺ എന്ന് പറയാറുണ്ട്. മൂക്കൊലിപ്പിന് നോസ് റൺ എന്ന് പറയും. ശരിക്കും നോസിൻ്റെ ജോലി എന്തുവാണ്? സ്മെല്ല് ചെയ്യുക. ഫീറ്റിൻ്റെ ജോലിയാണ് റൺ ചെയ്യുക. നോസിനെ റൺ എന്ന് പറയുകയാണെങ്കിൽ എങ്കിൽ പിന്നെ ഫീറ്റിനെ സ്മെല്ലെന്ന് പറയുമോ? പുള്ളി ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർക്ക് ഓൺ ഡ്രൈവ് വേസ് ആൻഡ് ഡ്രൈവ് ഓൺ പാർക്ക് വേസ്. സോ ഡ്രൈവ് വേ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡിലുള്ള ഏരിയനെയാണ് ഡ്രൈവ് വേ എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. എന്നാൽ പിന്നെ പാർക്ക് വേ എന്ന് വേറൊരു സ്ഥലമുണ്ടോ വണ്ടി ഓടിക്കാൻ? ഇല്ല, അത് റോഡാണ്. How can a slim chance and a fat chance be the same while a wise man and a wise guy are opposites?
ഇനി ദർ ഇസ് എ സ്ലിം ചാൻസ്, ചെറിയൊരു ചാൻസ് ഉണ്ട്, ഫാറ്റ് ചാൻസ്, വലിയൊരു ചാൻസ് ഉണ്ട്. ഇത് രണ്ടും ചിലപ്പോൾ ഒരു ചാൻസിനെ പറ്റിയിട്ടായിരിക്കും പറയുക. എന്നാൽ അതുപോലെ നമ്മൾ വൈസ് മാനും വൈസ് ഗെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ്സ് ആണ്. രണ്ടും ഒരു മനുഷ്യനല്ല. വൈസ് മാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഓൾഡർ ആയിരിക്കും, വൈസ് ഗായ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരനായിരിക്കും. ഹൗ ക്യാൻ ഇനി നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഒരു ദിവസം പറയും എന്തോ ഒരു ചൂടാണ്, നരകം പോലത്തെ ചൂട്, പിറ്റേന്ന് തണുപ്പാകുമ്പോൾ നമ്മൾ നരകം പോലത്തെ തണുപ്പ്. അപ്പം ശരിക്കും നരകത്തിൽ എന്തുവാണ്, ചൂടാണോ തണുപ്പാണോ? ഇനി ഒരു വീട് കത്തിക്കഴിഞ്ഞാൽ മുകളിലോട്ട് കത്തിക്കഴിയും, പക്ഷേ അത് കത്തി തീരുന്നത് ബേൺ ഡൗൺ എന്നാണ് നമ്മൾ പറയുക. ഇനി ഒരു ഫോമിനെ ഫിൽ ഇൻ ചെയ്യുമ്പോഴത്തേ എങ്ങനെയാണ് ഫിൽ ഇൻ ചെയ്യേണ്ടത്, അതിനെ ഫിൽ ഔട്ട് ചെയ്യുമ്പോൾ. ഇനി ഒരു അലാം ക്ലോക്ക് എപ്പോഴാണ് ഓഫ് ആവുന്നത്, അത് ഓൺ ആവുന്ന സമയത്ത്. സ്റ്റാർസ് ആർ ഔട്ട്, ദേ ആർ വിസിബിൾ, ബട്ട് വെൻ ദ ലൈറ്റ്സ് ആർ ഔട്ട് ദേ ആർ ഇൻവിസിബിൾ. ഇനി നമ്മൾ പറയുന്ന വേറെ സാധനമാണ്, ഓക്കെ ഇന്ന് ആകാശത്തെല്ലാം സ്റ്റാർസ് ഔട്ട് ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കാണാൻ പറ്റും. പക്ഷേ അതേസമയം നമ്മൾ ലൈറ്റ് ഔട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഇരുട്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ വാച്ചിനെ വൈൻഡപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാച്ചിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ സൈഡിലൊരു സ്ക്രൂ ഉണ്ടാവും, വാച്ച് മേടിക്കുന്ന സമയത്ത് അതിനെ നീക്കിയായിരിക്കും വെച്ചേക്കുക. നമ്മളതിനൊന്ന് അനക്കുമ്പോഴത്തേക്കുമാണ് വാച്ച് സ്റ്റാർട്ട് ആവുക. സോ അതിനെ നമ്മൾ വൈൻഡപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സ്റ്റാർട്ടിങ് പ്രോസസ്സാണ്. സെയിം ടൈം ഐ വൈൻഡ് അപ്പ് ദി എസ്സേ, അല്ലെങ്കിൽ ഐ ആം വൈൻഡിങ് അപ്പ് മൈ സ്പീച്ച് എന്നൊക്കെ ആൾക്കാർ പറയുന്നില്ലേ, അതിൻ്റെ മീനിങ് എന്തുവാ, അത് എൻഡ് ചെയ്യുന്നു എന്ന്. അടുത്ത പുള്ളിയുടെ ക്ലോസിങ് ഡയലോഗ് ഇതാണ്, നൗ ഐ നോ വൈ ഐ ഫ്ലങ്ക് മൈ ഇംഗ്ലീഷ്, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, ദ സില്ലി ലാംഗ്വേജ് ഡസൻ ക്വൈറ്റ് നോ വെദർ ഇറ്റ്സ് കമ്മിങ് ഓർ ഗോയിങ്. എൻ്റെ തെറ്റല്ല എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല നേരെ വരാത്തത്, അത് ഈ സില്ലി ലാംഗ്വേജിൻ്റെ കുഴപ്പമാണ്. വെദർ കമ്മിങ് ആണോ വെദർ ഗോയിങ് ആണോ എന്ന് പറയാൻ പോലും ഈ ഭാഷയ്ക്ക് അറിയത്തില്ല. ഇത്രയും പറഞ്ഞിട്ടാണ് ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു എസ്സേ കഴിയുന്നത്. ഒരു അനാലിസിസ് പോലെ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ള ഇൻകൺസിസ്റ്റൻസീസ്, പാരഡോക്സ്, ഇല്ലോജിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയൊക്കെ പറ്റി വളരെ ഹ്യൂമറസ്ലി ആണ് പുള്ളി ഇതിൽ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. തീം ഓഫ് ദി എസ്സേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സർഡിറ്റി ഓഫ് ദി ലാംഗ്വേജ്. കുറച്ച് ഉദാഹരണം വെച്ച് തന്നെയാണ് പറയുന്നത്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ലാംഗ്വേജിൽ ഒരു വാക്ക് കേട്ടിട്ട് ഓക്കെ അടുത്ത വാക്ക് ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ അബ്സർഡ് ക്വാളിറ്റി എന്നാണ് പറയുക. ഉദാഹരണം ഗൂസ്, ഗീസ്, മൂസ്, മീസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. പിന്നെ റൈറ്റേഴ്സ്, റൈറ്റ് എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു ഇറഗുലർ പ്ലൂറേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പഠിക്കുന്ന സാധനങ്ങളാണ്. ഇതിനെയൊക്കെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. യൂസ് ഓഫ് ഹ്യൂമർ ആൻഡ് വേർഡ് പ്ലേ, ഒരു കോമിക്കൽ അപ്രോച്ചിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണം കോട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന വെജിറ്റേറിയൻസ് വെജിറ്റബിൾസ് ഈറ്റ് ചെയ്യും, ഹ്യൂമാനിറ്റേറിയൻസ് ഹ്യൂമൻസിനെ ഈറ്റ് ചെയ്യൂ, അങ്ങനത്തെ സാധനങ്ങളല്ല. യൂസ് ഓഫ് ഹ്യൂമർ ഒരു ഇമ്പോർട്ടൻറ്റ് തീമായിട്ട് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് തന്നെ വളരെ ഒരു കൺഫ്യൂസിങ് ലാംഗ്വേജ് ആയിട്ട് പറയുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട് ഇത് എൻ്റെ തെറ്റല്ല, ഈ ലാംഗ്വേജിൻ്റെ തന്നെ ഫോൾട്ടാണെന്ന് പറയുന്നുണ്ട്. ഇനി എക്സ്പ്ലോറേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് എവല്യൂഷൻ, ഇംഗ്ലീഷിൻ്റെ ഒരു ഇൻകൺസിസ്റ്റൻസീസിനെ പറഞ്ഞു വരുമ്പോഴും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ ശരിക്കും മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളൊരു ലാംഗ്വേജാണ്. സോ അതിനെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് ഹിൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഈ എസ്സേ എങ്ങനെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂമറസ് എക്സ്പ്ലോറേഷൻ ആൻഡ് സട്ടിൽ ക്രിട്ടിക് ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജസ് കോംപ്ലക്സിറ്റീസ്. ഇത്രയും കോംപ്ലക്സിറ്റീസ് ഒരു ഭാഷയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർക്കത് പഠിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത്. His essay not only entertains but also makes readers appreciate the strange and evolving nature of language. സോ നമുക്കും തോന്നും ശരിയാണല്ലോ, ഈ വാക്ക് അങ്ങനെയാണല്ലോ എന്ന്, ആ ഒരു സാധനം നമുക്കും ഫീൽ ചെയ്യും. അതാണ് ഈ ഒരു എസ്സേയുടെ ഒരു വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു പോർഷനായിരുന്നു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.